വരൂ വിനോദ്, റിംഗ് എക്സ്ചേഞ്ചിന്റെ ഡേറ്റ് ശരിയായെന്ന് ഇന്ന് കാലത്ത് അമ്മ പറയുന്നത് കേട്ടു. അന്നതാ ആ ജനലിൽ കൂടി അകത്തെന്താ നടക്കുന്നത് അറിയാൻ ഒളിഞ്ഞു നോക്കിയാ ഞാൻ. അപ്പോഴാ ഭാർഗവന്റെ സിംഗിനെ വെടിവെച്ചത്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കാര്യത്തിന് അഭിനന്ദിക്കാൻ വന്നയാൾ എന്തിനിവിടെ വെടിവെച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? കൊള്ളാം. മേലോട്ട് വെച്ച വെടിയിൽ ചെറിയൊരു ഷാൻലിയർ ഉണ്ടായത് പൊട്ടി വീണത് ഞാനല്ലേ പിറക്കുന്നത്. ഡോക്ടർ മറന്നുപോയാ? ഇപ്പൊ സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഭാർഗവൻ എന്തോ കാര്യത്തിന് ഡോക്ടറുടെ പുറകെയാണ്. ബാംഗ്ലൂർ പോയപ്പം അവിടെയും ഭാർഗവന സംഘവും കൂടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോ അവിചാരിതമായി അല്ല, ആദ്യം അയാൾ ഫോൺ ചെയ്തു, പിന്നീട് അയാൾ നേരിൽ പ്രത്യക്ഷപ്പെട്ടു. അനുപമ ദൃക്സാക്ഷിയാണല്ലോ. അനുപമ പറഞ്ഞു അല്ലേ? പറഞ്ഞു. ഡോക്ടർ, ഞാൻ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. അന്ന് ജോസഫ് മാത്യുവിന്റെ ഭാര്യയും മകളും വന്നില്ലേ? അന്ന് തന്നെയാണ് ഭാർഗവനും വന്നത്. എങ്കിൽ ഞാൻ ഇനി സത്യം പറയാം. ജോസഫ് മാത്യുവിന്റെ ഭാര്യയെ ഞാൻ ചികിത്സിക്കാൻ പാടില്ല എന്ന് കറണ്ട് ഭാർഗവൻ പറഞ്ഞു. രോഗികളെ ചികിത്സിക്കൽ ഡോക്ടറുടെ കടമയാണ്, പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ വാക്ക് തർക്കമായി. ശരിയാണ്, അങ്ങനെയാണ് വെടിവെപ്പൊക്കെ ഉണ്ടായത്. അവരെ ചികിത്സിച്ച ഭാർഗവൻ എന്താ കുഴപ്പം? ഇത് തന്നെയാണ് ഞാനും ചോദിച്ചത് ഭാർഗവനോട്. ഹലോ ഡോക്ടറെ, ഞാനാ കറണ്ട് ഭാർഗവനാ. കറണ്ടോ? ഇവിടെ ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ. കറണ്ട് പോകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇയാളെന്താണോ പിച്ചും പയ്യും പറയുന്നത്? നാർക്കോട്ടിക്സ് അല്ലല്ലോ, അവിടെ കറണ്ട് ഉണ്ടെന്നാ തോന്നുന്നേ. ഇല്ലേ, അവിടെ കറണ്ട് ഇല്ലേ? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുക. കണ്ണപ്പനെയും ജബ്ബാറിനെയും അങ്ങോട്ട് വിടാം. എന്താ? ഐ എം സോറി, വെരി വെരി സോറി. കറണ്ട് വേണ്ട. എടുക്കണ്ട, ചുമ്മാ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ നാല് തെരുവ്. ഹലോ, ആരാടോ? സാറ് അന്നത്തെ പോലെ ഇന്നും കൂടെ വരണ്ട, ഞങ്ങൾ വെയിറ്റ് ചെയ്യാ. കുടിക്കാൻ എന്തെങ്കിലും? ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിസിറ്റി തന്നെയാ, പക്ഷെ ഹെവി വോൾട്ടേജാ. കറണ്ട് ഭാർഗവനെ. എന്നെ വിശ്വസിക്കൂ, അവരെ ചികിത്സിക്കാൻ പാടില്ലെന്ന പിന്നെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. By passing electric current through gases at very low pressure in a discharged tube proved clearly that an atom was a ഹലോ, നർക്കോട്ടിക് സെല്ലിലെ വിനോദ് കുമാർ എൻ്റെ ചേട്ടനാണ്. ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു ഞാൻ. ഇപ്പം ഇവിടെ ന്യൂസ് പ്ലസ് മാഗസിനിൽ ജോയിൻ ചെയ്തു. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പേര് അനുപമ. സോഫയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? രണ്ട് ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഓ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്കണം. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പക്ഷേ ഒരു പക്ഷേയില്ല, ഇപ്പൊ തന്നെ നമുക്ക് പോണം. ഞാൻ കുട്ടികളെ അയച്ചിട്ട്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അമ്മയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ആങ്സൈറ്റി ന്യൂറോസിസ് ആണിത്. ആക്ച്വലി ചികിത്സിക്കേണ്ടത് നിങ്ങളെയാണ്. കുട്ടിക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രഷർ കൊടുത്ത് അവനെ നെർവസ് ആക്കുകയാണ്. എന്തായാലും നാളെ തന്നെ അവനെ കൊണ്ടുവരും, ഞാൻ സംസാരിക്കാം. വെൽക്കം. മറ്റുള്ളവരെ ചികിത്സിച്ച് ക്ഷീണിച്ചില്ലേ? ഇനി ഇതാ ഡോക്ടറുടെ രോഗത്തിലുള്ള ചികിത്സയായി ഒരാൾ വന്നിട്ടുണ്ട്. ആര്? ബാംഗ്ലൂർ. ഫോൺ വിളി വിളിക്കട്ടെ. ഡോക്ടർ കാത്തിരുന്ന് മുഷിഞ്ഞു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴെത്തി? കുറച്ച് ദിവസമായി. ആണോ? എന്നിട്ട് എന്താ വിളിക്കാതിരുന്നത്? ഇരിക്കും. താങ്ക് യു. ഞാൻ നിൽക്കണോ പോണോ? മിസ്റ്റർ അലിക്ക് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ബൈ ദി വേ മിസ്റ്റർ അലി, ദിസ് ഈസ് അനുപമ, ബ്രൈറ്റ്, ബ്രില്യന്റ്, ഇന്റലിജന്റ്. എങ്കിൽ മിസ്റ്റർ അലിക്ക് പോകാം. ഇതൊരു ക്ലിനിക്കാണ്, അത് ഓർമ്മ വേണം. അപ്പോ ഞാൻ ബാംഗ്ലൂരിൽ വന്നതൊക്കെ അനു ചേട്ടനോട് പറഞ്ഞു അല്ലേ? കൂട്ടത്തിൽ ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ കണ്ടപ്പോ ചേട്ടൻ പറഞ്ഞ് അയാളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ. അത് കുഴപ്പമില്ല. ഭാർഗവൻ ഒരു ക്രിമിനൽ ആയിരിക്കാം, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഞാൻ വന്നത് എനിക്ക് അയാളുടെ കുറച്ച് ഫോട്ടോസ് വേണം. എന്തിന്? എന്റെ റൂംമേറ്റ് ഒരു പെൺകുട്ടി ഈ ഭാർഗവന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അവള് പലതവണ ഇയാളെ കണ്ടിട്ടുമുണ്ട്. ഭാർഗവൻ ക്രിമിനൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട്
അവളെ വിശ്വസിക്കുന്നില്ല. ആ ഭാർഗവൻ തന്നെയാണോ ഈ ഭാർഗവൻ എന്നറിയാൻ അവൾക്ക് നിർബന്ധമായും ഫോട്ടോ കാണോത്രേ. എന്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഇല്ലല്ലോ അനു. വിചാരിച്ച 1-2 എങ്കിലും എടുത്തു തരാൻ കഴിയില്ലേ? അത് അയാള് സമ്മതിക്കോ? വേറെന്തെങ്കിലും കാരണം പറഞ്ഞാ മതി. പ്ലീസ്, എനിക്ക് വേണ്ടിയല്ലേ. ഒരു വഴിയുണ്ട്. ഓ, ഹലോ, ഡോക്ടർ ഡോക്ടർ രാജാറാമാണ്. അല്ല, ശാന്താറാമാണ്. അതായത് നമ്മുടെ മറ്റേ കാര്യമുണ്ടല്ലോ, ഏത് ഈ ആത്മവിശ്വാസം, ധൈര്യം, അതിന് ഞാനൊരു പുതിയ പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതായത് എനിക്ക് കുറച്ച് ഫോട്ടോസ് വേണമല്ലോ, ഒരു പുതിയ മെത്തേഡ് പരീക്ഷിക്കാനാ. എനിക്ക് വിവിധ ഭാവങ്ങൾ പകർത്തണം, എന്നിട്ട് പഠിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. അനു എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനെങ്ങനെ നോ എന്ന് പറയും? താങ്ക് യു സോ മച്ച്. താങ്ക് യു. യു ആർ വെൽക്കം. താങ്ക് യു. അങ്ങനെ തുറച്ചു നോക്കണമെന്നില്ല. ഡോക്ടർക്ക് എന്റെ എല്ലാ ഭാവങ്ങളും പഠിക്കാമല്ലോ എന്ന് കരുതിയാ. ഇങ്ങനെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഭാവം കൊണ്ട് എനിക്ക് പ്രയോജനമില്ല. ആ കാലെടുത്ത് വീപ്പയുടെ മുകളിൽ വെച്ചോളൂ. ബോഡി അങ്ങോട്ട്, മുഖം ഇങ്ങോട്ട്. അത് തന്നെ. ഇനി ആ മരം ചാരി നിന്നിട്ടൊരു പോസതാ. ഈ വേഷത്തിൽ അണ്ണനെ കാണാൻ നല്ല എടുപ്പാ. ആണോ? ആണോടെ കണ്ടപ്പ സിനിമ നടന്മാരും തോറ്റു. പറഞ്ഞിട്ടെന്ത് കാര്യം? പല്ലുപോയ സിംഹമല്ലേ ഞാനിപ്പോ. ഡോക്ടറെ, എന്തായാലും ഇന്ന് എനിക്ക് വളരെ സന്തോഷമായി. ഡോക്ടർ എന്റെ കേസ് സീരിയസ് ആയിട്ട് എടുത്തല്ലോ. എന്ന് ചികിത്സ തുടങ്ങാം. അതിപ്പോ നോക്കട്ടെ, ഞാൻ ചിലപ്പോ ഒരാഴ്ച. അത് എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. ആ, ഓരോ കോപ്പി എനിക്കൂടെ തരണം. ബോറടിച്ചിരിക്കുമ്പോ എടുത്ത് നോക്കാമല്ലോ. ജബ്ബാറെ, ഡോക്ടറെ കൊണ്ട് വിട്ടോ. വാ. സംഗതി ആകെ കുളമായിരിക്കുവാണ്. ആ ഡോക്ടർ നമ്മളെ ചതിക്കുമായിരുന്നു. എന്തുണ്ടായി? അയാൾ ഫോട്ടോ എടുത്തത് അണ്ണന്റെ ഭാവങ്ങൾ പഠിക്കാനാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ആ ഫോട്ടോ ആഴ്ചപ്പതിപ്പ് കൊടുത്തിരിക്കുന്നു. അണ്ണൻ ജോസഫ് മാതിനെ കൊന്നു കാണുമെന്നും ഈ കഞ്ചാവ് വീരനെ പോലീസ് എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുക. നമസ്കാരം. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ. ക്ഷമിക്കണം, ഞാൻ വൈകിയോ? ഇല്ല സാർ, സമയമാകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, രാമനാഥ് സാർ ഞങ്ങളെ അറിയാം. പ്രസിഡൻസി ക്ലബിലെ ഒരു മീറ്റിംഗിൽ വെച്ച് നമ്മളൊരിക്കൽ കണ്ടിട്ടുണ്ട്. ഡോക്ടറിന്റെ ഓർമ്മശക്തി അപാരമാണല്ലോ. അങ്ങോട്ടിരിക്കാം സാർ. വരും. കേട്ടോ ഡോക്ടർ, പോലീസ് ട്രെയിനിങ് കോളേജിൽ എത്രയോ പേരെന്റെ ശിഷ്യന്മാരായിരുന്നിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും വിനോദാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. വിനോദിനും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിചാരം. ഇവന്റെ ഈ മോതിരമാറ്റ ചടങ്ങിന് ആദ്യം അവൻ ക്ഷണിച്ചത് എന്നെയാണ്. ഡോക്ടറെ, ഡോക്ടറെ, ചതിയ, വഞ്ചക, എന്നെ പറ്റി അനാവശ്യം എഴുതിക്കാൻ അതാണ് എന്റെ ഫോട്ടോ എടുത്തതല്ലേ? ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ആരെങ്കിലും ചത്തോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആ, ഇത് നമ്മുടെ നാർക്കോട്ടിക് അല്ലേ? കഞ്ചാവ് പിടിക്കാൻ കാട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെയും കണ്ടില്ലല്ലോ. ഓ, അത് ശരി. താനും ഡോക്ടറും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ എന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചത്? ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. ഇവിടേക്ക് നിങ്ങളെ ആരും ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിച്ചെടുത്ത് ഞാൻ പോവുകയില്ല, ക്ഷണിക്കാത്തടത്ത് പോവുകയും ചെയ്യും. ആ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കുക.
അയാളുടെ ഭാവി ഇന്ന് ഞാൻ തീരുമാനിക്കും. ഇറങ്ങണം മിസ്റ്റർ. ഇറങ്ങിയില്ലെങ്കിൽ ഇറക്കി വിടും. എങ്കിലാവുന്ന കാണണമല്ലോ. കാണണ്ടോ? ഇറക്കി വിടണോ? ഇറക്കി വിട്. ഇറക്കി വിട്. മോശിച്ചവനെ നീ എന്ത് പണിയാടാ ഒപ്പിച്ചത്? ഏതവനാടാ അത്? അത് ആകെ കൂടെ അലങ്കോലാക്കിയല്ലോ എന്റെ ഈശ്വര. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. മനഃശാസ്ത്ര ഡോക്ടറാണ് പറയുന്നത്. പുറത്തേക്ക് വാ. കേറ് വണ്ടിയിലേ. അങ്ങനെ പെങ്ങളുടെ മോതിരം മാറൽ ഭംഗിയായിട്ടങ്ങ് നടന്നു. ഈ കണിയാന്മാരെ വേണം തല്ലി എല്ലൊടിക്കാൻ. വ്യാഴാഴ്ച 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം. ആ മുഹൂർത്തത്തിലാ ഈ ധൂമകേതു വന്നു കയറിയത്. അതൊരു കിഴങ്ങം കണിയാനും പറഞ്ഞില്ല. എൻ്റെ ജാതകത്തിലാണെങ്കിലോ അടുത്ത 5 കൊല്ലത്തേക്ക് വച്ചടി കയറ്റം. ഇതാണോ കയറ്റം? പിണ്ണാക്ക്. ആ ജാതകവും ജാതകം എഴുതിയവനെയും ചുട്ടുകരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസവും പോയി. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാരണത്തെ എൻ്റെ ജീവിതത്തിലോട്ട് കെട്ടിയെടുക്കുമായിരുന്നു. എന്തിനാടോ വീട്ടിൽ കയറി വന്ന് ഈ ചടങ്ങ് കലക്കി കളഞ്ഞത്? എടോ, തന്നോടാ ചോദിച്ചത്. ഞാനിതിപ്പോ എവിടെയാ? താനിപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുക. ഗാന്ധിജി, നെഹ്റു ഒക്കെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമല്ലേ ഇത്? ഞാൻ എങ്ങനെ ഇതിനകത്തെത്തി? ഡോക്ടറല്ലേ? അല്ല, ഒരു വഴിപോക്കനാ. അല്ല, ഡോക്ടർ തന്നെ. ദ്രോഹി. എന്റെ ഫോട്ടോ എടുത്തത് പത്രത്തിൽ കൊടുക്കാനായിരുന്നല്ലേ? ആരാടോ ഈ അനുപമ ശിവദാസൻ? അവൾ ഇനി എന്നെ പറ്റി എഴുതാനൊന്നും ബാക്കിയില്ല. അതോ താൻ തന്നെ എഴുതിട്ട് വേറെ പേര് വെച്ചാണ്? എനിക്കിപ്പോ അറിയണം. തന്നെ പറ്റി ഞാൻ എന്താ എഴുതാൻ? എനിക്ക് വേറെ പണിയില്ലേ? എന്റെ ഫോട്ടോ എങ്ങനെ പത്രക്കാർക്ക് കിട്ടി? അത് ഫിലിം വാഷ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ കൊടുത്തിരുന്നു. അവിടെ നിന്ന് ചോർന്നതാവും. ഏത് സ്റ്റുഡിയോ? എന്റെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന അലിയുടെ കൈവശ ഞാൻ ഫിലിം കൊടുത്തയച്ചത്. എന്നിട്ട് അലി എവിടെ? അലി ഇന്ന് രാവിലെ മരിച്ചുപോയി. ഭാർഗവനോട് കളിക്കരുത്. ഹലോ, ഭാർഗവനാണ് സർ. എന്ത്? മാരിയപ്പനോ? എപ്പോ? എനിക്കറിയാം സർ. എനിക്കറിയാം സർ. ഇല്ല സർ, ഇപ്പൊ തന്നെ പുറപ്പെടാം സർ. സർ, കണ്ണപ്പാ, ഇത് ഭാർഗവന്റെ നാടാ. സംഗതി ആകെ കുഴപ്പമായിരിക്കുക. ഒട്ടും നേരമില്ല. ഏറിയ 10 മിനിറ്റ്. അതിനുള്ളിൽ നമ്മുടെ ആളുകളെല്ലാം സ്ഥലത്തെത്തിയിരിക്കണം.